2025 ജൂലൈ 8 ഇസ്രായേലിന്റെ പ്രാചീന നഗരമായ ശീലോയിൽ നൂറ്റാണ്ടുകളായി കാത്തിരുന്ന ഒരു നിമിഷം യാഥാർത്ഥ്യമായി. കാലത്തിന്റെ താളുകളിൽ മറഞ്ഞുകിടന്ന ഒരു പുരാതന പ്രവചനം വീണ്ടും ജീവൻ വയ്ക്കുന്ന കാഴ്ചയായിരുന്നു അത്. പൂർണ്ണമായും ചുവന്ന നിറമുള്ള ഒരു പശുവിനെ റെഡ് ഹെയ്ഫർ അവിടെ കണ്ടെത്തി. യഹൂദ മതവിശ്വാസികളുടെ ചരിത്രത്തിൽ ഈ ചുവന്ന പശുവിന് ഒരു പ്രത്യേക സ്ഥാനമുണ്ട്. ബൈബിളിലെ പഴയ നിയമത്തിൽ സംഖ്യാപുസ്തകം 19 ഇതിനെക്കുറിച്ച് വ്യക്തമായി പറയുന്നുണ്ട്. യാതൊരു പോറലുകളോ കളങ്കങ്ങളോ ഇല്ലാത്ത പൂർണ്ണ ചുവപ്പ് നിറമുള്ള ഒരു പശുവിനെ ബലിയർപ്പിച്ച് അതിന്റെ ചാരം ശുദ്ധീകരണ കർമ്മങ്ങൾക്കായി ഉപയോഗിച്ചിരുന്നു. യെരുശലേമിലെ വിശുദ്ധ ദേവാലയത്തിൽ പ്രവേശിക്കുന്നതിനു മുൻപ് ആളുകൾ ഈ ചാരം കലക്കിയ വെള്ളമുപയോഗിച്ച് തങ്ങളെത്തന്നെ ശുദ്ധീകരിച്ചിരുന്നു. ഈ ചടങ്ങ് ദേവാലയത്തിലെ ആരാധനകൾക്ക് അത്യന്താപേക്ഷിതമായിരുന്നു. ചരിത്രത്തിൽ 2 വിശുദ്ധ ദേവാലയങ്ങൾ ജെറുസലേമിൽ നിലനിന്നിരുന്നു. 70 റോമാക്കാർ രണ്ടാമത്തെ ദേവാലയം നശിപ്പിച്ചതിനുശേഷം ആ സ്ഥലം ഒഴിഞ്ഞുകിടക്കുകയാണ്. മൂന്നാമത്തെ ദേവാലയം പുനർനിർമ്മിക്കപ്പെടുമെന്ന് യഹൂദവിശ്വാസികൾ വിശ്വസിക്കുന്നു. ഈ പുനർനിർമ്മാണം മശീഹയുടെ വരവുമായി ബന്ധപ്പെട്ടതാണെന്ന് പുരാതന ഗ്രന്ഥങ്ങൾ പ്രവചിക്കുന്നു. എന്നാൽ ദേവാലയം പുനർനിർമ്മിക്കുന്നതിനും അവിടെ ആരാധനകൾ തുടങ്ങുന്നതിനും മുൻപ് ശുദ്ധീകരണ കർമ്മങ്ങൾ നടത്തേണ്ടതുണ്ട്. അതിന് ചുവന്ന പശുവിന്റെ ചാരം ആവശ്യമാണ്. അതുകൊണ്ട് ശീലോയിൽ കണ്ടെത്തിയ ചുവന്ന പശു വെറുമൊരു മൃഗമായിരുന്നില്ല. സഹസ്രാബ്ദങ്ങളോളം നീണ്ട കാത്തിരിപ്പിന്റെയും പ്രവചനങ്ങളുടെയും ഒരു പ്രതീകമായിരുന്നു അത്.